ഹലോ, ഇന്ന് ഞാൻ വേറൊരു കനേഡിയൻ പ്രത്യേകിച്ച് അപ്കമേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, കാനഡ പോലുള്ള രാജ്യങ്ങളിലോട്ട് ആദ്യമായിട്ട് വരുമ്പോൾ എന്തൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവരണമെന്ന്. അപ്പോൾ ഞങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ ആദ്യമായിട്ട് വന്നപ്പോൾ ഇതേപോലെ കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. നമ്മൾക്ക് അറിയണവരോട് ചോദിച്ചു, അതായത് കാനഡയിലുള്ള ആൾക്കാർ ഓൾറെഡി നമ്മൾ ചോദിച്ചു. അതേപോലെ നമ്മൾ യൂട്യൂബൊക്കെ നോക്കി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് പഠിച്ചു. ഇപ്പോൾ ഞങ്ങൾ വന്നൊരു ഏകദേശം ഒരു 4 മാസം ആവാറേ. അപ്പോൾ ഈ 4 മാസം കൊണ്ട് ഞങ്ങൾക്കൊരു ഐഡിയ കിട്ടി എന്തൊക്കെ ഇനി വരുമ്പോൾ കൊണ്ടുവരണം. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓരോ സബ് ഹെഡിങ് പോലെ ആക്കിയിട്ടുണ്ട് കൊണ്ടുവരേണ്ട ലിസ്റ്റൊക്കെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്ന ലിസ്റ്റ് ഡോക്യുമെൻറ്റേഷനാണ്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ കൊണ്ടുവരേണ്ടതെന്നാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒബ്വിയസ്ലി പാസ്പോർട്ട് ഇല്ലാണ്ട് നിങ്ങൾക്ക് എയർപോർട്ടിനകത്തേക്ക് കയറാൻ പറ്റില്ല. അതായത് പാസ്പോർട്ട് അറിയാമല്ലോ. പിന്നെ നമുക്ക് കിട്ടുന്ന വിസ, അത് എന്തായാലും ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ PR ആയിട്ടാണ് വന്നത്. അതായത് COPR ആണ് നമുക്ക് കിട്ടുന്നത്, കൺഫർമേഷൻ ഓഫ് പെർമനൻറ്റ് റെസിഡൻറ്റ്. അപ്പോൾ നമുക്ക് COPRൻ്റെ ഒരു PDF കിട്ടും. അത് പ്രിൻ്റ് നമുക്ക് അയച്ചു തരിക ചെയ്യുന്നത് ഡൽഹിയിൽ നിന്നെങ്ങാണ്ട്. അപ്പോൾ നമ്മൾ അത് കയ്യിൽ വെക്കാറുണ്ട്. അത് കയ്യിൽ വെക്കണം. അതായത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ വിസ ടൈപ്പ് നിങ്ങൾക്ക് കയ്യിൽ വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും മെറ്റീരിയൽ ആണെങ്കിൽ, അതായത് ഹാർഡ് കോപ്പി ആണെങ്കിൽ നിങ്ങളത് കയ്യിൽ വെക്കണം. അപ്പോൾ മസ്റ്റായിട്ട് അത്. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഫോട്ടോ. ഞങ്ങൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരു 1, 2, 3 എടുത്തായിരുന്നു. പക്ഷേ ഇതുവരെ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു ഫോട്ടോ ഞങ്ങൾക്ക് ഇതുവരെ ആവശ്യം വന്നിട്ടില്ല. പക്ഷേ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് നമ്മുടെ പേഴ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അത് നോർമലും ഉണ്ടായിരുന്നു. അതേപോലെ നമ്മൾ ബയോമെട്രിക്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ COPR ഒക്കെ കിട്ടണ നേരത്തെ നമ്മൾ അയച്ചു കൊടുക്കും. നമ്മൾ പാസ്പോർട്ടൊക്കെ അയച്ചു കൊടുക്കുന്ന ഒരു ഫോർമാലിറ്റി ഉണ്ട്. അപ്പോൾ ആ പാസ്പോർട്ട് സൈസിൽ ഇത് ഈ പ്രോസസ്സൊക്കെ ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും സൈസ്. അതായത് ഒരു വലിയ സൈസാണത് IRCCക്ക് വേണ്ടത്. അപ്പോൾ ആ ഡയമെൻഷനിലും ഞങ്ങൾ 2 ഫോട്ടോ വെച്ച് എടുത്തായിരുന്നു. അതായത് ലേറ്റസ്റ്റ് ഫോട്ടോ എടുത്തായിരുന്നു. ഇതുവരെ ഞങ്ങൾക്ക് ആവശ്യം വന്നില്ല. പക്ഷേ നമുക്കത് നാട്ടിൽ നിന്ന് എടുത്തിട്ട് വരെ നമുക്ക് അങ്ങനെ ഒരു സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ 2 ഫോട്ടോ കയ്യിൽ വെക്കാവുന്നതാണ്. അതാണ് ഡോക്യുമെൻറ്റ്സിന് മെയിനായിട്ട്. പിന്നെ ഞാൻ മസ്റ്റായിട്ട് പറയുന്നതാണ്, മസ്റ്റായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ്. ഞാൻ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഡ്രൈവിംഗ് ലൈസൻസിന് മുന്നിട്ടിട്ടുണ്ട്. അതിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കയറി ചെക്ക് ചെയ്യാവുന്ന കേട്ടോ. ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങൾക്ക് G1 ഒക്കെ എഴുതണ്ടേ, ഇവിടെ വന്നൊരു വണ്ടിയൊക്കെ എടുക്കണ്ടേ. ഡ്രൈവിംഗ് ലൈസൻസിനോട് കണക്ട് ചെയ്തിട്ട് പറയണതാണ് ഡ്രൈവിംഗ് എക്സ്ട്രാക്റ്റ്, അതേപോലെ തന്നെ IDP, അതേപോലെ ഡ്രൈവിംഗ് ലൈസൻസ് കാർഡാക്കി കൊണ്ടുവരാം. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ അധികം ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റി പറയുന്നില്ല, ജസ്റ്റ് കാർഡാക്കി കൊണ്ടുവരാം. അടുത്തത് നമ്മുടെ അക്കാദമിക് സർട്ടിഫിക്കറ്റ്സ് ആണ്. ഇതും പറഞ്ഞ പോലെ തന്നെ ഇതുവരെ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ ജോലിയായാലും എനിക്ക് കിട്ടിയ ജോലിക്കായാലും ഇതുവരെ നമ്മുടെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് ഇതുവരെ ചോദിച്ചിട്ടില്ല, ഒരു സ്ഥലത്തും ചോദിച്ചിട്ടില്ല. നമ്മുടെ റെസ്യൂം മാത്രമാട്ടോ നമ്മൾ ചോദിച്ചത്. പക്ഷേ നമുക്കത് റിസ്ക് എടുക്കണ്ട. കാരണം പെട്ടെന്ന് ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ ക്വാളിഫിക്കേഷൻ ചോദിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വന്നാൽ നമുക്ക് പിന്നെ നാട്ടിലേക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് അയക്കണം. ഇപ്പോൾ അത് നാട്ടിൽ വെച്ചിട്ട് നമുക്ക് വേറെ യൂസ് ഒന്നുമില്ല. നമ്മളിവിടെയല്ലേ, ഫിസിക്കലി പ്രസൻസ് ഇവിടെയല്ലേ. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങളുടെ എടുക്കുക. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് റെസ്യൂംസ് ഉണ്ടാക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഹെൽത്ത് ഫീൽഡാണല്ലോ, ഞാൻ ഫാംഡി കഴിഞ്ഞതല്ലേ. അപ്പോൾ എനിക്കറിയാം ഏകദേശം ഏതൊക്കെ ഫീൽഡിൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ആ ഒരു ടൈപ്പ് വെച്ചിട്ട് നമ്മൾ ജോബ് ബാങ്കൊക്കെ നോക്കി ഒന്ന് റിസർച്ച് ചെയ്തിട്ട് ഒരു റഫായിട്ട് ഒരു 5 അല്ലെങ്കിൽ ഒരു 6, 7 റെസ്യൂംസ് കയ്യിൽ വയ്ക്കുക. കാരണം വരുമ്പോൾ തന്നെ റെസ്യൂംസ് നമ്മൾക്ക് പ്രിൻ്റ് എടുക്കണം, നമ്മൾ അതിന് അന്വേഷിച്ച് നടക്കണം. അതിന് വരുമ്പോൾ തന്നെ ഇപ്പോൾ ജോബ് ഹണ്ട് ചെയ്യണവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കൊണ്ട് കൊടുക്കാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റെസ്യൂംസ്. അപ്പോൾ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ്, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, ഈ പറഞ്ഞ റെസ്യൂംസ്. പിന്നെ ഞാൻ പറയുന്നത് നമ്മുടെ ബാങ്കിൻ്റെ, അതായത് നമ്മുടെ നാട്ടിലെ ബാങ്ക് ബുക്ക് ഉണ്ടാവുമല്ലോ, അതായത് പാസ്ബുക്ക്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാനും ഹസ്ബൻഡ് ആ പാസ്ബുക്കിൻ്റെ ഒക്കെ ഒരു ഫോട്ടോ എടുത്തായിരുന്നു. അതേപോലെ തന്നെ ചെക്ക് ലീഫിൻ്റെ ഒരു ലീഫ് ഞങ്ങൾ കൊണ്ടുവന്നു. അത് എന്തിനാണ് കൊണ്ടുവന്നത് വെച്ചാൽ ഇവിടെ യൂസ് ഒന്നുമില്ല, പക്ഷേ ഇൻ കേസ് ഇപ്പം നമുക്ക് നാട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ, ഇപ്പോൾ നമുക്ക് നമ്മുടെ എന്തെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് PF വിഡ്രോ ചെയ്യാമെന്ന് വിചാരിക്കാം. ഞാൻ ഇന്ത്യയിൽ വർക്ക് ചെയ്ത സമയത്ത് എൻ്റെ PF എനിക്ക് വിഡ്രോ ചെയ്യണം. അപ്പോൾ എനിക്ക് ബാങ്ക് അക്കൗണ്ട് നമ്പർ വേണം. കാരണം ഇന്ത്യയിലെ ഓൾറെഡി ഉള്ള സേവിങ്സ് അക്കൗണ്ടിലേക്കല്ലേ വിഡ്രോയിൽ വരിക. അപ്പോൾ ആ സമയത്ത് എനിക്ക് എൻ്റെ കയ്യിൽ ചെക്ക് ലീഫ് ഉണ്ടെങ്കിൽ എനിക്ക് അക്കൗണ്ട് നമ്പർ ഈസി ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ നാട്ടിലോട്ട് വിളിക്കണം. ഒന്നാമത് ടൈം വേരിയേഷൻ ഉണ്ട്. ഇവിടെ ഡേ ആണെങ്കിൽ അവിടെ നൈറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കണം. ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ ലീഫിൽ അക്കൗണ്ട് നമ്പർ ഉണ്ട്, IFC കോഡൊക്കെ ഉണ്ട്. അതായത് ഇതൊക്കെ നമ്മളൊരു ഫ്യൂച്ചർ ഒരു എപ്പോഴേലും ആവശ്യം വന്നാൽ എന്ന് കരുതിക്കൊണ്ട് മാത്രമാണ് നമ്മൾ കൊണ്ടുവന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. ഓക്കെ.
പിന്നെ പറയണം നമ്മുടെ ആധാർ കാർഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. അതൊക്കെ ഞങ്ങൾ അവിടെ വെച്ചു. കാരണം ഇവിടെ നമ്മുടെ ആധാർ കാർഡോ അവിടുത്തെ ID കാർഡോ പാൻ കാർഡോ റേഷൻ കാർഡോ ഒന്നും ആവശ്യം വരുന്നില്ലല്ലോ ഇവിടെ. അപ്പോൾ ഞങ്ങളതൊക്കെ നാട്ടിൽ വെച്ചു. കാരണം നാട്ടിലിങ്ങനെ എന്തെങ്കിലും റൂൾസൊക്കെ മാറിക്കൊണ്ടിരുന്ന വീട്ടുകാർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ നമ്പറൊക്കെ വെച്ചിട്ട് ആധാർ കാർഡായാലും എല്ലാം റേഷൻ കാർഡായാലും ID കാർഡൊക്കെ നമുക്ക് ഇലക്ഷനൊക്കെ സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അതൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡോക്യുമെൻറ്റ്സിൽ നമ്മൾ മസ്റ്റായിട്ട് ഇങ്ങടേക്ക് വരാൻ നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ്, അതായത് നേരത്തെ പറഞ്ഞ പോലെ വിസ, നമ്മുടെ COPR ആണെങ്കിൽ COPR, സ്റ്റുഡൻസിൻ്റെ കാര്യം എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങടേക്ക് കൊണ്ടുവരണോ അതൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് എടുക്കുക പാസ്പോർട്ടിൻ്റെ ഒപ്പം. PR-കാരാണെങ്കിൽ COPR മസ്റ്റായിട്ട് എടുക്കണം, അത് മറക്കരുത്. കാരണം അത് നമ്മൾ എയർപോർട്ടിൽ സബ്മിറ്റ് ചെയ്യണം. നമ്മൾ കാനഡയിൽ എത്തിയിട്ട് അത് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, വേറെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഡോക്യുമെൻറ്റ്സ്, അതായത് കാനഡയ്ക്ക് വരുമ്പോൾ ആവശ്യമുണ്ടെന്ന് തോന്നുന്നത്, പിന്നെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസ്യൂംസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ കൊണ്ടുവരിക. കാര്യം ഞാൻ പറയാൻ വിട്ടുപോയെന്ന് വെച്ചാൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ എടുക്കൂലേ, എന്തായാലും നമ്മൾ എടുക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാ ടൈപ്പ് വിസക്കാർക്കും എടുക്കുമായിരിക്കും, ഞങ്ങൾ എടുത്തിരുന്നു. അപ്പോൾ അത് നിങ്ങൾ പറ്റിയാൽ നിങ്ങൾ എടുത്തോ. കാരണം പറയുന്നത് വെച്ചാൽ ഫോർ എക്സാമ്പിൾ എൻ്റെ ഹസ്ബൻഡിന് ജോലി കിട്ടിയ സ്ഥലത്ത് നമുക്ക് ഹൈ സെക്യൂരിറ്റി അവർ ചോദിച്ചായിരുന്നു. അതായത് PCC ഈ പറഞ്ഞ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അവർക്ക് വേണം. അപ്പോൾ അവർ പറയുന്നത് ചിലപ്പോൾ 5 വർഷത്തെ വേണമെന്നാണ് പറയണത്. അപ്പോൾ നമ്മുടെ കയ്യിൽ 5 വർഷം എടുക്കണമെങ്കിൽ പിന്നെ നമ്മൾ നാട്ടിൽ അപ്ലൈ ചെയ്യണം, കുറച്ച് സമയം എടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ജോലിക്കാർക്ക്, അതായത് ഇപ്പോൾ അത്രയും കുറച്ചും കൂടി അവരിങ്ങനെ കമ്പനിക്കാർ ഡിമാൻഡ് ചെയ്യാണ് ഇത്ര PCC ആവശ്യമുണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ഈ PCC നമുക്ക് താൽക്കാലികമായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ PCC ഏകദേശം ഒരു 1 ഇയർ എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ടോ, നമ്മൾ ഈ വിസയുടെ കാര്യത്തിന് വേണ്ടി എന്തായാലും എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് കയ്യിൽ വെച്ച്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ PDF ഫോർമാറ്റ് എങ്കിലും നിങ്ങളുടെ കയ്യിൽ, അല്ലെങ്കിൽ സ്കാൻഡ് ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് മേ ബി ഇൻ്റർവ്യൂവിനൊക്കെ അത് ഹെൽപ്ഫുള്ളായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തെന്ന് വെച്ചാൽ ഒരു മാസം ഈ PCC കംപ്ലീറ്റ് കിട്ടണ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം ചിലപ്പോൾ ജോലി മീൻസ് ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി PCC മാത്രമാണ് നിങ്ങൾക്ക് ഇനി പെൻഡിങ് ഉള്ളെങ്കിൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ പറ്റും. അപ്പോൾ പറ്റുക വെച്ചാൽ നിങ്ങൾ അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ കയ്യിൽ കരുത്, അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും. അത് മെഡിസിൻസിനെ പറ്റിയാണ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റാവുന്ന മെഡിസിൻസൊക്കെ നിങ്ങൾ കൊണ്ടുവന്നു. അതായത് ഒരു മനുഷ്യന് ഇപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക, നിങ്ങൾക്ക് ഈ 2 വർഷം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എപ്പോഴും വരുന്ന അസുഖം. ഇവ എന്നെ സംബന്ധിച്ചിട്ടാണെങ്കിൽ എനിക്ക് തുമ്മൽ എപ്പോഴും വരുമായിരുന്നു. കാരണം ഡസ്റ്റ് അലർജി ഉള്ളതുകൊണ്ട്. അപ്പോൾ എനിക്ക് തുമ്മൽ വരും, അല്ലെങ്കിൽ പനി, പിന്നെ മൂക്കടപ്പ്. അപ്പോൾ അങ്ങനെ കുറച്ച് നമുക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളില്ലേ. അപ്പോൾ മൂക്കടപ്പ്, തുമ്മൽ, പിന്നെ പാരസെറ്റമോൾ, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ പെയിൻ ബാം, നമുക്ക് നമ്മുടെ വോളിനി പോലത്തെയൊക്കെ പെയിൻ ബാമ്പ്, പിന്നെ നോർമൽ നമ്മുടെ അമൃതാഞ്ജൻ 2-3 കുപ്പി, പിന്നെ അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ നാപ്കിൻസ്, അങ്ങനെ ബേസിക് ആയിട്ട് വേണ്ട ഒരു മനുഷ്യന് വരേണ്ട ബേസിക് ആയിട്ട് കുറച്ച് കുട്ടി അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ, പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന പനി. അപ്പോൾ അതിൻ്റെയൊക്കെ പറ്റിയ മരുന്നുകൾ നിങ്ങളെടുത്ത് വിത്ത് പ്രിസ്ക്രിപ്ഷൻ. അപ്പോൾ പൊതുവെ ഇപ്പോൾ ഞങ്ങളും അതേപോലെ ഞങ്ങൾ അറിയുന്നുണ്ട് ആരുടെയും ലഗേജിൽ ഇതുവരെ മെഡിസിൻസ് അങ്ങനെയൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ചെക്ക് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ ഭാഗ്യമുള്ളവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ബാഗായിരിക്കും റാൻഡമായിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ മരുന്നൊക്കെ കാണുമ്പോൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ അവർ മേ ബി അവരെടുത്ത് കളയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കാരണം ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ അവിടുത്തെ പാരസെറ്റമോളൊന്നും അല്ല ഇവിടെ കിട്ടും. ഇവിടെ എൻ്റയർലി വേറെ. പിന്നെ ഇവിടെ മെഡിസിൻസ് പറഞ്ഞാൽ ഭയങ്കര റേറ്റാണ്. ഹെൽത്ത് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഫാമിലി ഫിസിഷ്യനെ മാത്രമാണ് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. പക്ഷേ മരുന്നിന് നമുക്ക് കൺസെഷൻ ഒന്നുമില്ല. ഓൾമോസ്റ്റ് നമ്മൾ എത്ര പെർസെൻറ്റേജ് കൊടുക്കണം, ഭയങ്കര റേറ്റാണ് ഇവിടെ മരുന്നിന്. ഓക്കെ, അപ്പോൾ പരമാവധി നിങ്ങൾ കൊണ്ടുവരിക അല്ലറ ചില്ലറ സാധനങ്ങളാട്ടോ. അതായത് മെയിനായിട്ട് നമ്മുടെ യൂണിവേഴ്സൽ പ്ലഗ്, അതിപ്പോൾ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഞങ്ങൾ 2 എണ്ണം കൊണ്ടുവന്നായിരുന്നു. അതായത് നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല ഇവിടെ. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഒറ്റ സ്ഥലത്ത് സ്വിച്ച് ഇല്ല. ഒരു പ്രത്യേക തരം ഒരു സോക്കറ്റാണ് ഇവിടെ, സ്വിച്ച് ഇല്ല ഇവിടെ. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പ്ലഗ് ഇവിടെ വർക്ക് ആകത്തില്ല, വോൾട്ടേജ് വേരിയേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ പ്ലഗ് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് ആമസോണിൽ കിട്ടും. ഓൾമോസ്റ്റ് എല്ലാ ഇപ്പോൾ എയർപോർട്ടിൽ ചെന്നാലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മസ്റ്റായിട്ട് കൊണ്ടുവരിക. അല്ലെങ്കിൽ ഇവിടെ വന്നാൽ അതൊക്കെ ഭയങ്കര റേറ്റാണ് ഇവിടെ. നമുക്ക് നമ്മൾ വരുമ്പോൾ തന്നെ ഇത്രയും പൈസ നമ്മൾ മുടക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് വില 500 രൂപയ്ക്കൊക്കെ നാട്ടിൽ കിട്ടുന്ന സാധനം ഇവിടെ ഭയങ്കര റേറ്റാണ്. അപ്പോൾ യൂണിവേഴ്സൽ പ്ലഗ് മസ്റ്റ്. അതായത് യൂണിവേഴ്സൽ പ്ലഗൊക്കെ നിങ്ങൾ അത്ര ബക്കറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുവരേണ്ട സാധനമാണ്. അത് 1, 2, 3 എടുത്താലും കുഴപ്പമില്ല. കാരണം ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം റൂമിൽ വയ്ക്കാം, അവരുടെ ഹോൾ. ഞങ്ങളൊരു 2, 3 കൊണ്ടുവന്നായിരുന്നു. അതേപോലെ തന്നെയാണ് ബേസിക്കായിട്ട് നമ്മൾ കൊണ്ടുവന്ന കുറച്ചിങ്ങനെ ഹുക്ക് ഉണ്ടാവും.
ആമസോണിൽ നിന്നാട്ടോ നമ്മളത് വാങ്ങിച്ച ഈ ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് ഹുക്ക്. ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരുപാട് ചിലപ്പോൾ ഷെൽഫില്ലാത്ത സ്ഥലമായിരിക്കാം റെൻറ്റിന് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആഴയുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ചെറിയ ചെറിയ ഹുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ തൂക്കിയിടാം. അതൊക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നായിരുന്നു. ഹുക്ക് പക്ഷേ ഒരുപാടൊന്നും നമ്മൾ 1, 2, 3 യൂസ് ചെയ്തുള്ളൂ. പക്ഷേ അത് വലിയ റേറ്റ് ഒന്നും ഇല്ലല്ലോ നാട്ടിൽ. അപ്പോൾ നമ്മൾ ഞാൻ പറ്റിയ ഫോട്ടോ ഇവിടെ ഇടാം കേട്ടോ. ഈ പറഞ്ഞ യൂണിവേഴ്സൽ പ്ലഗിൻ്റെ ഫോട്ടോ ഇടാം, അല്ലെങ്കിൽ ലിങ്ക് ഇടാം, ഹുക്കിൻ്റെ ഫോട്ടോ ഇടാം. ഡ്രസ്സിൻ്റെ കാര്യം നോക്കാം, ക്ലോത്ത്സ് എന്തൊക്കെ കൊണ്ടുവരണം. അപ്പോൾ ഞങ്ങൾ വന്നത് കറക്റ്റ് ഫോൾ എൻഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ഒക്ടോബർ ഒരു 2nd വീക്കായിട്ട് നമ്മളെത്തി. അതായത് വിൻ്ററിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ചിന്തിക്കണ പോലെ തന്നെ വിൻ്റർ വെയേഴ്സാണ് ഞങ്ങൾക്ക് കൂടുതൽ കൊണ്ടുവരേണ്ടിരുന്നത്. കാരണം അത്രയും എക്സ്ട്രീം നമ്മൾ നാട്ടിൽ നിന്ന് അത്രയും ചൂടത്തു നിന്ന് വന്നിട്ട് ഇവിടെ അത്രയും തണുപ്പല്ലേ വരാൻ വേണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത്രയും നല്ല കട്ടിയുള്ള ഇപ്പോൾ ഇതേപോലെ ഷ്രഗ്സൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ക്യാപ്സും ഗ്ലൗസ്. ഗ്ലൗസിൻ്റെ കാര്യം പിന്നെ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു സജഷൻ, അതായത് എനിക്ക് ഇത്രയും നാളുകൊണ്ട് മനസ്സിലായത്, വിൻ്ററിൽ ഏറ്റവും ബെസ്റ്റ് ഇടാൻ പാൻസ്, ജീൻസ് നല്ല തണുപ്പ് വരും. പൊതുവേ ജീൻസ് ഞാൻ ആദ്യമൊക്കെ ജീൻസ് ഇട്ടപ്പോൾ നല്ല തണുപ്പായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് ജീൻസ് നനവ് വരുമല്ലോ. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ നമുക്ക് നല്ല ട്രാക്ക് സ്യൂട്ട് പോലെ നല്ല കട്ടിയുള്ളത് കിട്ടും. ഈ മിന്ത്രയിലൊക്കെ ഉണ്ട്, ട്രെൻഡ്സിലൊക്കെ പോയാൽ കിട്ടും. വലിയ റേറ്റൊന്നുമില്ല. അപ്പോൾ അതിടുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി തെർമൽസൊക്കെ എന്തായാലും ഇടുമല്ലോ. അപ്പോൾ ജീൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഫോട്ടോ കൊടുക്കാം കേട്ടോ. അതിൻ്റെ നമ്മൾ പൈജാമ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ട്രാക്ക് സ്യൂട്ടാണ്, നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ അതിട്ടാൽ നല്ല ചൂട് കിട്ടും നമുക്ക്. അതും സ്വെറ്റ് ഷർട്ട്സും ഞാൻ ജസ്റ്റ് ഒരു മോഡൽ കൊടുക്കാം. അത് നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തൊക്കെ ഇടുന്നതെന്ന്. സ്വെറ്റ് ഷർട്ട് അതേപോലെ അങ്ങനത്തെ പാൻസ് ആകുമ്പോൾ നല്ല കംഫർട്ടായിരിക്കും ഇടുക. കാരണം ജീൻസ് ഇട്ടാൽ നല്ല തണുപ്പായിരിക്കും. കാരണം വരുമ്പോൾ തന്നെ നമുക്ക് അല്ലെങ്കിൽ കാറൊക്കെ ഉള്ളവരായിരിക്കണം. ഇപ്പം നമുക്ക് കാറൊന്നുമില്ല, നമുക്ക് നല്ലോണം ബസ്സിലൊക്കെ പോകുമ്പോൾ നമുക്ക് നടക്കേണ്ടി വരും. ഈ വിൻ്ററിലൊക്കെ നടക്കുക പറഞ്ഞാൽ ജീൻസൊക്കെ ഇട്ട് നല്ല തണുപ്പാണ്. അപ്പോൾ ജീൻസ് കൊണ്ടുവരണ്ടെന്നല്ല, വിൻ്ററിലേക്ക് നിങ്ങൾ പരമാവധി ജീൻസ് എടുക്കണ്ട, ഇങ്ങനത്തെ ടൈപ്പ് പാൻറ് എടുത്താൽ മതി. പിന്നെ മുകളിലേക്ക് ഇടുന്ന സ്വെറ്റ് ഷർട്ട്സ്, ടോപ്പ് അറിയാലോ, നമ്മുടെ ട്രെൻഡ്സിലൊക്കെ പോയി ഇഷ്ടം പോലെ കിട്ടും. ട്രെൻഡ്സ്, മാക്സ്, പിന്നെന്താ ഓൺലൈൻ സ്റ്റോറിലൊക്കെ ഇഷ്ടം പോലെ കിട്ടും. ഞാൻ കുറേയൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ നല്ല കട്ടിയുള്ളത് വാങ്ങിച്ചാൽ മതി. അപ്പോൾ പിന്നെ നിങ്ങളുടെ പേഴ്സണൽ നമ്മുടെ ഇന്നോവേഴ്സും കാര്യങ്ങളും കുറച്ച് പിന്നെ എനിക്ക് ഇമ്പോർട്ടൻറ്റ് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ വാങ്ങുമ്പോൾ കുറച്ച് ക്വാളിറ്റി ഉള്ളത് വാങ്ങിച്ചോ. കാരണം വിൻ്ററിൽ ഇവിടെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഡ്രയറിലിടുമ്പോൾ ആ ചൂട് തട്ടിയിട്ട് നൂലൊക്കെ പൊന്തും. അപ്പോൾ എത്ര കട്ടിയുള്ള വാങ്ങിച്ചാലും കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തായാലും ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ നൂല് പൊന്താൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരുപാട് ചീപ്പായിട്ടുള്ളത് വാങ്ങാണ്ട് കുറച്ച് ക്വാളിറ്റി ഉള്ളത് വാങ്ങിച്ചാൽ കുറച്ച് നാളും കൂടി ലാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അപ്പോൾ ഡ്രസ്സ് നിങ്ങൾക്ക് അതേപോലെ വിൻ്റർ കഴിഞ്ഞാൽ അടുത്ത് പിന്നെ സ്പ്രിങ്, പിന്നെ സമ്മറൊക്കെ ഇല്ല. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ സമ്മറിലേക്ക് നിങ്ങൾക്ക് മെല്ലെ വാങ്ങിച്ചാലും മതി. കുറച്ചെടുത്തിട്ട് നിങ്ങൾ വിൻ്ററിലേക്ക് കുറച്ച് എടുത്തുക. കാരണം ഇവിടെ വിൻ്റർ കഴിഞ്ഞാലും കുറച്ച് നാളും കൂടെ തണുപ്പുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒരുപാട് ഡ്രസ്സൊന്നും കൊണ്ടുവരിക. കാരണം ഈ സ്വെറ്റ് ഷർട്ട് പറയുമ്പോൾ ഇത്തിരി വെയിറ്റ് വരും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 6 സ്വെറ്റ് ഷർട്ട് ടോപ്പ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ, ഒരു 4 പാൻസും കൊണ്ടുവന്നു. പിന്നെ ഈ ജാക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ അകത്ത് എന്തിട്ടാലും അറിയത്തില്ല. നമുക്ക് റിപ്പീറ്റ് 1-2 ദിവസം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ എത്ര നല്ല സെറ്റ് ഷർട്ട് കൊണ്ടുവന്നാലും ഒരു കാര്യമില്ല. അതിൻ്റെ പക്കത്ത് ജാക്കറ്റ് ഇട്ട് സിബിട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യക്കുഞ്ഞ് അറിയില്ല ഇതിനകത്ത് ഏത് ഡിസൈനാണോ ഏത് കളറാണെന്ന്. അപ്പോൾ അതൊന്നും വലിയ വിഷയമൊന്നുമില്ല. നിങ്ങൾ ഒരുപാട് കെട്ടി വലിച്ച് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ വെയിറ്റ് കൂടുമല്ലോ പെട്ടിയുടെ. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മുടെ അറിയാലോ കുളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന നമ്മുടെ ബാത്ത് ടവല്, നോർമൽ ടവല്, പിന്നെ നമ്മുടെ ഇന്നോവേഴ്സ്, അങ്ങനെ നമുക്ക് ബേസിക്കായിട്ട് വേണ്ട എല്ലാ ഡ്രസ്സും നിങ്ങൾ ഒരു ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ സ്വെറ്റ് ഷർട്ട് ഒരു 4 എണ്ണം എടുക്കുക, പാൻസ് ഒരു 3-4 എണ്ണം എങ്ങാനും എടുക്കുക. പിന്നെ അങ്ങനെ നമുക്കറിയാലോ അങ്ങനത്തെ കുറച്ച് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുക. നിങ്ങൾക്ക് എന്തേലും നിവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിലത്തെ വിൻ്റേജ് ജാക്കറ്റ്സ് വാങ്ങരുത്. എൻ്റെ അനുഭവം കൊണ്ട് പറയാം കേട്ടോ. ഞങ്ങൾ ഡെക്കാത്തലോണിൽ നിന്ന് വാങ്ങിയിട്ട് വന്നു. ഞാനിപ്പോൾ ഡെക്കാത്തലോണിലെ പ്രൊമോട്ട് ചെയ്യണമെന്നല്ല, നമുക്ക് പേഴ്സണലി നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഡെക്കാത്തലോണിൽ നിന്ന് വാങ്ങിച്ചതും. അവരുടെ മോശമെന്നല്ല പറയുന്നത്, പക്ഷേ നമ്മൾ ഈ കാനഡ, US പോലുള്ള സ്ഥലത്ത്, അതായത് -25 വരുമ്പോൾ അവിടുത്തെ വർക്ക് ആവത്തില്ല ഗൈസ്. സത്യമായിട്ടുള്ള കാര്യം, വർക്ക് ആവത്തില്ല. അപ്പോൾ അവർ ചിലപ്പോൾ പറയും ഇത് -40 അല്ലെങ്കിൽ -30 വരെ പോകുന്നു, പക്ഷെ വെറുതെയാണ്. -5 വരെ പോയാൽ ഭാഗ്യം. പറയാൻ കാരണം ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു -10 വരെ പോകുമെന്ന് പറഞ്ഞ ജാക്കറ്റ്, ഗ്ലൗസ്, പിന്നെ നമ്മുടെ ക്യാപ്പ്, ഇതൊക്കെ എടുത്തിട്ടാണ് വന്നത്. ഞങ്ങൾ വന്ന സമയം ഞാൻ പറഞ്ഞല്ലോ ഫോളായിരുന്നു. ഫോളിന് അത്ര മൈനസിലേക്ക് എത്തത്തില്ല, പ്ലസ് തന്നെയായിരുന്നു. പക്ഷേ
ആ ഫോള് പോലും അത് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് തണുത്തിട്ടാണെങ്കിൽ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ പിന്നെ അതിനകത്ത് നമ്മൾ തെർമൽസ് ഇട്ടു. തെർമൽസ് നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു, കാരണം ഇവിടെ നല്ല റേറ്റുമാണ്. ഏതാണ്ട് സെയിം. തെർമൽ പറഞ്ഞാൽ അറിയാലോ, നല്ല കട്ടിയുള്ള തുണി തന്നെയായിരിക്കും, നല്ല ടൈറ്റായിട്ട് കിടക്കണം. തെർമൽ എപ്പോൾ വാങ്ങുമ്പോഴും ടൈറ്റായിട്ട് ഇരിക്കണം, എന്നാൽ മാത്രമേ നമുക്കത് ആ വാം ഫീലും കിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ പൊക്കത്ത് ഫ്ലീറ്റ്സ് പറഞ്ഞ ജാക്കറ്റൊക്കെ പറയും, പക്ഷേ ഞങ്ങൾ 2 പേര് കൊണ്ടുവന്നു. പക്ഷേ ഞങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. കാരണം തെർമൽ ഇട്ട് കഴിഞ്ഞ് നമ്മുടെ നോർമൽ ഒരു സെറ്റ് ഷർട്ട് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ജാക്കറ്റ് ഇട്ട് സെറ്റായി. ഓക്കെ, അല്ലെങ്കിൽ അത്രയും തണുപ്പുള്ളവർക്ക് ഫ്ലീറ്റ്സ് ഇടാം. ഫ്ലീറ്റ്സ് ഇട്ടാൽ പിന്നെ നല്ല ഫ്ലീറ്റ്സ് ഒന്നുമില്ല, തുണിയുടെ ജാക്കറ്റ് എന്ന് പറയില്ലേ, ഈ റൈഡേഴ്സൊക്കെ ഉപയോഗിക്കുക അതേപോലെ. പിന്നെ മോള് ജാക്കറ്റ്, ഞാൻ പറയുന്നത് മെയിൻ ജാക്കറ്റാണ്. ഞങ്ങൾ കൊണ്ടുവന്നത് ഓൾമോസ്റ്റ് ഒരു 6,000-7,000 വന്നു. ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ അത് നമുക്ക് ഫോളിൽ പോലും പറ്റും. ഞങ്ങളിങ്ങനെ തണുത്ത് കിടക്കിട വിറച്ചുകൊണ്ടിരിക്കുക, അത്ര തണുപ്പായിരുന്നു. എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ പിന്നെ വിൻ്ററായി, ഓൾമോസ്റ്റ് വിൻ്റർ നവംബർ തുടങ്ങിയപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഷോപ്പിൽ പോയി, ഒരു മോളിലൊരു ഷോപ്പിൽ പോയപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ സെയിം റേറ്റ്, അതായത് 7,000-8,000 നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കിയപ്പോൾ സെയിം റേറ്റിന് ഞങ്ങൾക്ക് ഇവിടുത്തെ മെയ്ഡായ നല്ല ജാക്കറ്റ്, അത് -30 to 40 വരെ പോകും. ഡിഫറൻസ് മനസ്സിലായോ? കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഒരു റെഡ് കളർ ജാക്കറ്റ്, റെഡല്ല ഒരു പേർപ്പിൾ കളർ വിൻ്റർ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്, അത് അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ നിങ്ങൾ വിൻ്ററിൽ വരികയാണെങ്കിൽ, അതായത് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് വരണ വഴിക്ക് ഇപ്പോൾ കാനഡയിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് വന്നാൽ നേരെ നിങ്ങൾക്ക് ജാക്കറ്റ് വാങ്ങാൻ പോകാൻ പറ്റില്ല, എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ആ ജാക്കറ്റ് യൂസ് ആകും. പക്ഷേ നിങ്ങൾക്കിപ്പോൾ വിൻ്ററിൽ ജാക്കറ്റ് വാങ്ങാൻ ഇവിടെ വന്നിട്ട് ജാക്കറ്റ് വാങ്ങാൻ നിങ്ങൾക്ക് സമയമുണ്ട് വിചാരിക്കും, പോട്ടെ പിറ്റേ ദിവസം നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഞാൻ പറയണത് ഇവിടെ വന്ന് വാങ്ങിച്ചാൽ മതി. കാരണം അത് വേസ്റ്റാണ്. അവിടത്തെയൊക്കെ നാട്ടിലത്തെ ജാക്കറ്റൊക്കെ നമ്മുടെ ഊട്ടി, മൂന്നാർ പോലുള്ള സ്ഥലത്തേക്കൊക്കെ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള രാജ്യത്ത് അത് ഒരു യൂസും അല്ല. ഞാനിത് പ്രൊമോട്ടും ചെയ്യണമല്ല, എൻ്റെ പേഴ്സണൽ അനുഭവമാണ്. ചിലപ്പോൾ ചിലർക്ക് ഓക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളവിടെ എത്ര വില കൊടുത്ത് വാങ്ങിച്ചാലും കാര്യമില്ല. കാരണം ഇവിടുത്തെ ടെമ്പറേച്ചർ അനുസരിച്ച് ഇവിടുത്തെ മെയ്ഡ് വാങ്ങണം, എന്നാലാണ് അത് കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ വിൻ്റർ ജാക്കറ്റ്സ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങണം. ജാക്കറ്റ്സ്, അതേപോലെ ഇങ്ങനത്തെ ഹാറ്റ്സ്, പിന്നെ നമ്മുടെ ചെവി അടയ്ക്കണ ഒരു സാധനം കിട്ടും, നമ്മുടെ ഇയർഫോൺ പോലെ അത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ അറിയാൻ പറ്റും എന്തൊക്കെയാണ് വേണ്ടതെന്ന്. തെർമൽസ് ഒരു 2 പേരും കൊണ്ടുവന്നോ, കാരണം ഇനിയിപ്പോൾ വാഷ് ചെയ്തിട്ട് എന്നിട്ട് വാഷ് ചെയ്ത് അടുത്തെടുക്കാമല്ലോ. തെർമൽസ് ഞാൻ പറയുകയാണെങ്കിൽ നല്ല ടൈറ്റായിട്ടിരിക്കണം, അതായത് നിങ്ങളുടെ നോർമൽ സൈസിൻ്റെ തൊട്ട് താഴത്തെ സൈസ് വേണം തെർമൽസ് വാങ്ങാൻ. ലൂസായിട്ട് ഇരുന്നാൽ ചൂട് കിട്ടില്ല. തെർമൽ പറഞ്ഞാൽ സാധാ ഒരു ലെഗിൻസ് പോലെയൊക്കെ ഇരിക്കും, നമ്മുടെ മുകളിലും പാൻറ്റും മുകളിലൊക്കെ നല്ല ഫുൾ സ്ലീവ് ടൈറ്റായിട്ടിരിക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾ മീഡിയം സൈസ് ആണെങ്കിൽ സ്മോൾ സൈസ് വാങ്ങുക, ലാർജ് ആണെങ്കിൽ മീഡിയം വാങ്ങുക. പിന്നെ ഫ്ലീറ്റ്സ്, പിന്നെ ഷൂവിൻ്റെ കാര്യം പറയാലോ, ഇതേപോലെ തന്നെ നിങ്ങൾ വിൻ്റർ ഷൂസ് നിങ്ങൾ വാങ്ങരുത്, ഇവിടെ വന്നിട്ട് വാങ്ങിച്ചാൽ മതി, വലിയ റേറ്റ് ഇല്ല. ഞങ്ങളുടെ ഷൂ ഒക്കെ ഞങ്ങൾക്ക് 3,000 കൺവേർട്ട് ചെയ്യുമ്പോൾ 3,000 റുപ്പീസ്, അല്ലെങ്കിൽ 3,000-4,000 രൂപയ്ക്ക് കിട്ടിയത് ഇവിടുത്തെ. കാരണം അതിൻ്റെ അകത്ത് പഞ്ഞിയൊക്കെ വെച്ചിട്ട് നല്ല വാമ് കിട്ടും. നോർമൽ നിങ്ങളുടെ ഷൂ കൊണ്ടുവരിക. സോക്സ് അടക്കം ഇവിടെ വന്ന് വാങ്ങിച്ചാൽ മതി. കാരണം നാട്ടിലത്തെ സോക്സൊക്കെ പറയുന്നത് ഒരു കാര്യമില്ല, വെറും വേസ്റ്റാണ്. സാധാ ഇടാം, നമുക്ക് സമ്മറിൽ കാഷ്വലായിട്ടൊക്കെ ഇടാം. പക്ഷേ വിൻ്ററിലാണ് നിങ്ങൾ വരണമെങ്കിൽ മസ്റ്റായിട്ട് വിൻ്റർ വെയേഴ്സ്, വിൻ്ററിൽ ഇടേണ്ട A to Z സാധനങ്ങൾ നിങ്ങൾ ഇവിടെ വന്ന് വാങ്ങിച്ചാൽ മതി. നിങ്ങൾ വിചാരിക്കണം അത്ര വലിയ റേറ്റൊന്നുമില്ല, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ വിൻ്റർ വെയേഴ്സ് ഇവിടെ വന്ന് വാങ്ങാം. ഓക്കെ, നമുക്കിനി അടുത്ത് കിച്ചണിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് ആമസോണിൽ 3 തവകളുടെ ഒരു സെറ്റ് കിട്ടും. ഞാൻ ഫോട്ടോ കൊടുക്കാം കേട്ടോ. ഫ്രൈയിങ് പാൻ, പിന്നെ ദോശ പാൻ, പിന്നെ കറി വെക്കണ പാൻ, പിന്നെ ഒരു ലിഡ്, പിന്നെ അതിന് പറ്റിയ തവികൾ. അപ്പോൾ ഈ സെറ്റ് അത് മാത്രം കൊണ്ടുവന്നാൽ മതി നിങ്ങൾ. പിന്നെ പരമാവധി പറ്റിയ നിങ്ങൾ മരത്തിൻ്റെ തവികൾ കൊണ്ടുവന്നാൽ മതി, വുഡിൻ്റെ. അത് ഞങ്ങൾക്ക് റിലയൻസിൽ നിന്ന് കിട്ടിയായിരുന്നു. കാരണം മറ്റേത് ഒട്ടും വെയിറ്റ് ഇല്ല, പിന്നെ ചൂടൊക്കെ തട്ടിയ മെൽറ്റ് ആവാൻ തുടങ്ങി. എൻ്റെ ഒരെണ്ണം മെൽറ്റായിപ്പോയി. പക്ഷേ വുഡിൻ്റെ ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ വുഡിൻ്റെ കൊണ്ടുവന്നാൽ മതി. പിന്നെ പാത്രങ്ങൾ അത്രയും, മീൻസ് കറി വെക്കണ പാത്രങ്ങൾ. പിന്നെ 3 ലിറ്റേഴ്സിൻ്റെ ഒരു കുക്കർ. ഇവിടെ പിന്നെ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് കൊണ്ടുവരാണെങ്കിലും ഇൻഡക്ഷൻ ബേസ് കൊണ്ടുവന്നാൽ മതി കേട്ടോ. ഇവിടെ സ്റ്റൗ ഇല്ല, അപ്പോൾ കുക്കർ കൊണ്ടുവരിക 3 ലിറ്റേഴ്സിൻ്റെ. ബാക്കി നമുക്ക് ഇവിടുന്ന് അപ്ഗ്രേഡ് ചെയ്യാമല്ലോ. ഒരു സാധാരണ ഒരു ഫാമിലിക്ക് 3 ലിറ്ററൊക്കെ മതി. സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കുക്കറും കൂടി എടുത്തോ. പക്ഷേ മിക്കവാറും സ്ഥലം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഞങ്ങൾ 3 ലിറ്ററിൻ്റെ കുക്കർ കൊണ്ടുവന്നോ. പിന്നെ ഞങ്ങൾ ഒരു കോപ്പകളില്ലേ, സ്റ്റീലിൻ്റെ 1-2 കൊണ്ടുവന്നോ. പിന്നെ പൊടികൾ, നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടികൾ, ഉപ്പ്, പഞ്ചസാര ഒഴിച്ച് ബാക്കി എല്ലാ പൊടികളും, കൊടംപുളി, വാളംപുളി, ഇതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അരിപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നില്ല. പലഹാരപ്പൊടികളല്ല, കറികൾ. കാരണം ഒരു
2 മാസത്തേക്കൊക്കെ ഓടാൻ അത് മാത്രം മതി. ഇപ്പോൾ ഞാൻ വന്നിട്ട് 4 മാസമായാലും ഇപ്പോഴും എൻ്റെ പൊടികൾ കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ 1 കിലോ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ പിന്നെ നമ്മൾ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഞങ്ങളോടും പറഞ്ഞു നിങ്ങൾ മിക്സി കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ സ്ഥലമില്ലാത്തതുകൊണ്ടോ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടും കാശില്ലാത്തതുകൊണ്ടും ആ സമയത്ത് നമ്മൾ മിക്സി വാങ്ങിച്ചില്ല. കാരണം നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അത്രയും പർച്ചേസിങ് വരുമല്ലോ. പക്ഷെ നിങ്ങളോട് എനിക്ക് പറയണമെന്ന് വെച്ചാൽ പരമാവധി നിങ്ങൾ മിക്സി കൊണ്ടുവരണ്ട. ഇവിടെ വന്നാൽ നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ ഫ്രഷ് സാധനം കിട്ടും. സെക്കൻഡ് ഹാൻഡ് അല്ല കേട്ടോ, ഫ്രഷ് സാധനം. ഇന്ത്യയിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് 2000-3000 വ്യത്യാസം വരുന്നുള്ളൂ. അടിപൊളി മിക്സി കിട്ടും. അതിനുവേണ്ടി നിങ്ങളൊരു അത്രയും ഏറ്റു വലിച്ച് നിങ്ങളുടെ സ്പേസ് എന്തിനാ കളയണം? നിങ്ങൾക്ക് മസാലയൊക്കെ കൊണ്ടുവരാം ആ സ്പേസ് ഉണ്ടെങ്കിൽ. അപ്പോൾ മിക്സി നിങ്ങൾ കൊണ്ടുവരണ്ടെന്നാണ് ഞാൻ പറയത്തുള്ളൂ. കുക്കറും കൊണ്ടുവരിക മസ്റ്റായിട്ട്. പിന്നെ ആ 3 സെറ്റ് തവകൾ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ 2 പേര് എന്നുകൊണ്ട് 2 പ്ലേറ്റ് കൊണ്ടുവന്നു സ്റ്റീലിൻ്റെ കഴിക്കാൻ, 2 സ്റ്റീലിൻ്റെ ഗ്ലാസ്, പിന്നെ ഒരു 5 സ്പൂണ്, പിന്നെ ബേസിക്കായിട്ട് വേണ്ട എന്താ പറയുക 1-2 പാത്രങ്ങളും കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞില്ലേ കോപ്പുകളും കൊണ്ടുവന്നു. അത്രയൊക്കെ തന്നെയാണ് കൊണ്ടുവന്നുള്ളൂ കിച്ചണിലോട്ട്. ബാക്കിയൊക്കെ നമ്മൾ പച്ചക്കറി നെയ്റ്റ് വലിച്ച് കൊണ്ടുവരുത് കേട്ടോ. ഇവിടെ വന്ന എയർപോർട്ടിൽ തൂക്കിയെറിയും അതൊക്കെ. പിന്നെ വൈറ്റ് കളർ പൊടി, അതായത് അരിപ്പൊടി, പഞ്ചസാര, അതൊന്നും കൊണ്ടുവരണ്ട. വല്ല ഡ്രഗ്സ് അങ്ങനെ കരുതി എന്തായാലും ചെയ്താലോ. അപ്പോൾ അതൊന്നും കൊണ്ടുവരണ്ട. ബാക്കിയൊക്കെ നമുക്ക് ഇവിടെ ഡോളറമ്മ പറഞ്ഞൊരു സ്റ്റോറുണ്ട്. ഞാനൊരു വീഡിയോ ഇടാം. ഭയങ്കര ക്യൂട്ട് സ്റ്റോറാണ് കാണാൻ. അവിടെ നമ്മുടെ നാട്ടിലെ കോട്ടൺ തിരുപ്പൂർ ബസാറില്ല, അതേപോലെ. അതായത് മാക്സിമം അവിടെ $5 അതായത് 5 ഇപ്പോൾ കനേഡിയൻ ഡോളർ വരുന്ന 65 ഇന്ത്യൻ റുപ്പി. അപ്പോൾ 5 × 65 കൺവേർട്ട് ചെയ്യുമ്പോൾ അറിയില്ലേ. അപ്പോൾ അവിടെ എന്തെടുത്താലും $5. അവിടെ ഓൾമോസ്റ്റ് ഒരു വീട്ടിലേക്ക് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ സാധനവും കിട്ടും. ഈ കിച്ചണിലേക്ക് വേണ്ട ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം അവിടെ നിന്ന് എടുക്കും. ഈവൻ ഈ വീഡിയോ എടുത്ത ഇന്നും കൂടെ പോയിട്ട് ഞങ്ങൾ കുറച്ച് പാത്രങ്ങൾ എടുത്തായിരുന്നു. ഭയങ്കര ക്യൂട്ട് സ്റ്റോറാണ്. നമുക്ക് നാട്ടിലത്തെ പോലെ തന്നെ കുറേ തവികളൊക്കെ കിട്ടും, പാത്രങ്ങൾ, ചില്ലിൻ്റെ പാത്രങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ പാത്രങ്ങളൊന്നും ഏന്തി വലിച്ചുകൊണ്ട് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. അത്യാവശ്യം നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മാത്രം മതി. വേറെ ഒന്നും കൊണ്ടുവരണ്ട കേട്ടോ. എനിക്ക് തോന്നുന്നത് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്ത്. കുറേയൊക്കെ നിങ്ങൾ തന്നെ ചിന്തിക്കുക നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യം വരുമെന്ന്. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ ഡോളർമ പറഞ്ഞ സ്റ്റോറുണ്ട് ഇവിടെ, നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഓൾമോസ്റ്റ് അവിടെ എല്ലാം കിട്ടും. ഞാൻ പറയാം $5 മാക്സിമം. ഓൾമോസ്റ്റ് പാത്രങ്ങൾ കേട്ടോ. പാത്രങ്ങളും നിങ്ങൾ കൊണ്ടുവരരുത് ഞാൻ പറയുകയാണെങ്കിൽ. ഇവിടെയൊക്കെ ഓവനല്ലേ കൂടുതൽ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല അടിപൊളി പാത്രങ്ങളൊക്കെ വാങ്ങാം. പിന്നെ ഡ്രസ്സുകൾ പരമാവധി കൊണ്ടുവന്നോ, കാരണം ഡ്രസ്സൊക്കെ ഇവിടെ വാങ്ങാൻ ഭയങ്കര പൈസയാണ്. ബെഡ്ഷീറ്റ് നല്ല ക്വാളിറ്റിയുള്ള കൊണ്ടുവന്നോ, കാരണം മെഷീനിൽ ഡ്രയറിലിട്ട ഒറ്റ ഒലക്കലായി ഞങ്ങളുടെ കീറിപ്പോയി. എന്നിട്ട് ഞങ്ങൾ വേറെ വാങ്ങുക ചെയ്തത് ബെഡ്ഷീറ്റ്. അതേപോലെ ബ്ലാങ്കറ്റ്, നല്ല തണുപ്പല്ലേ, അപ്പോൾ അത്യാവശ്യം നല്ല ബ്ലാങ്കറ്റ് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരിക. അല്ലെങ്കിൽ ഇവിടെ ഒരു $50 കൊടുത്താൽ ക്വിൽറ്റൊക്കെ കിട്ടും. ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു സാധനമുണ്ട്, നമുക്ക് വാക്വം ബാഗ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഞാനത് ഫോട്ടോ ഇടാം കേട്ടോ അതിൻ്റെ ഒപ്പം. അതിനകത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ വാക്വം ചെയ്താൽ നമുക്ക് കുറേ സ്പേസ് അങ്ങനെ ലാഭിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 23 കിലോ വിചാരിക്കേ, നമ്മുടെ കയ്യിൽ 15 കിലോ ആയിട്ടുള്ളൂ. ഇനി 10 കിലോ പെട്ടി വയ്ക്കാം, പക്ഷേ സ്പേസ് ഇല്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇത് നമ്മൾ വാക്വം വെച്ചാൽ നമുക്ക് ഇതിനെ ഒതുങ്ങിയിരിക്കും. ഞാൻ പറ്റിയ അതിൻ്റെയൊക്കെ ഫോട്ടോ ഇടാം. അതേപോലെ തന്നെ വേറൊരു വീഡിയോ ഇടാം. അതായത് ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് വീട്ടിൽ തന്നെ കാണിച്ചു തരാം എന്തൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാണുമ്പോൾ മനസ്സിലാവില്ലേ അത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് ഇത് കൊണ്ടുവരണോ അല്ലെങ്കിൽ ഇത് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിന് റിപ്ലൈ തരാം കേട്ടോ. കാരണം പെട്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. ഞാനാണ് എഴുതിയൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ മറന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഇപ്പം മെഡിസിൻസ്, ഡ്രസ്സ്, വിൻ്റർ വെയേഴ്സ്, കൊട കൊണ്ടുവരിക, കുപ്പി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ അങ്ങനെയൊക്കെ കൊണ്ടുവരിക. എന്നിട്ട് അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് കൊണ്ടുവരാൻ പറ്റുമോ, വെളിച്ചെണ്ണയൊക്കെ കൊണ്ടുവരാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ, അതേപോലെ ഇറച്ചികൾ കൊണ്ടുവരാൻ പറ്റുമോ, അച്ചാറുകൾ, അതെങ്ങനെയാണ്, ഞാൻ ഒന്നും കൂടെ ഒരു വീഡിയോ ഇടാം. അല്ലെങ്കിൽ കമൻ്റായിട്ട് അയച്ചാൽ ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാം കവറായി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതായിരിക്കും ബൈ.